ഞാൻ എപ്പോ അഖിലാന്റിയെ കാണാൻ ചെല്ലുന്നോ അപ്പൊ വരും വിലാസിനി ആന്റി പുറകെ. ഒരക്ഷരം അഖിലാന്റിയോട് സംസാരിക്കാൻ സമ്മതിക്കില്ല. ആനന്ദും കല്യാണിയും തൃച്ചമ്പരത്തുനിന്ന് പോയത് പിന്നെ അഖിലാന്റിയുടെ കാര്യം വിലാസിനി ആന്റി ഏറ്റെടുത്തതുപോലെയാ. എന്താ കല്യാണി, നീ പെട്ടെന്ന് മൗനമായത്? അഖില മാഡത്തിൽ നിന്ന് നന്ദനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. കല്യാണി? അതെ നന്ദന, പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ ആ ടോണിക്കിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. കല്യാണി, നീ പറഞ്ഞു വരുന്നത്? അഖില മാഡത്തിന് ആ ടോണിക്കിന്റെ രുചിയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല. ഓരോ ദിവസവും ഓരോ പുതിയ ബോട്ടിൽ ടോണിക്ക് വേണം അഖില മാഡത്തിന് കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് അഖില മാഡത്തിന് നഷ്ടപ്പെട്ടെന്ന് വരും. വിലാസിനി മാഡം അഖില മാഡത്തിനെ കൊല്ലാൻ വരെ മടിക്കില്ല. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്ക? അഖിലേച്ചിക്ക് ഷോക്ക് അടിച്ചതാണെന്ന് അഖിലേച്ചി തന്നെ പറഞ്ഞതാണല്ലോ. പിന്നെ ഇങ്ങനെ നീ മെനഞ്ഞുണ്ടാക്കുന്ന കഥയൊക്കെ ആർക്ക് വേണം? മാത്രമല്ല, അഖിലേച്ചി ബോധമില്ലാതെ കിടന്നപ്പോ ഡോക്ടറെ വിളിച്ചു വരുത്തിയത് ഞാനാ. അങ്ങനെയുള്ള ഞാൻ ടോണിക്കിൽ വിഷം ചേർത്ത് കൊല്ലാൻ നോക്കിയത്രേ. ഛേ, കഷ്ടം. കഥയ്ക്ക് വേണ്ടേ നന്ദനെ ഒരു ലോജിക്കൊക്കെ? ഇപ്പൊ ലോജിക്കല്ല എന്റെ കയ്യിലുള്ളത്, തെളിവാ. പകല് പോലെ വ്യക്തമായ തെളിവ്. തെളിവോ? എന്ത് തെളിവ്? ഇനി വിശേഷിച്ച് വല്ലതും? ഇടയ്ക്ക് ദുബായിലൊക്കെ പോയതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. മാറി നിൽക്കടി അങ്ങോട്ട്. അവളുടെ ഒരു കിന്നാരം ചോദിക്കല്. അയ്യോ ആന്റി, ഞാൻ കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ. അതോ ഇന്നലെ രാത്രി വിശേഷിച്ച് വല്ലതും കഴിച്ചോ? ഇന്നലെ രാത്രി എന്തായിരുന്നു ആന്റി എല്ലാരും കഴിച്ചത്? ഇന്നലെ രാത്രി കുറച്ച് വിഷം കഴിച്ചു. എന്താ? എല്ലാരും അല്ല, ഞാൻ മാത്രം. ഈശ്വരാ, എന്തൊക്കെയാ ഞാൻ ഈ കേക്കണേ? ആത്മഹത്യ ചെയ്യാനൊക്കെ കാരണം എന്താ ആന്റി? സഹദേവൻ ഞങ്ങൾ എങ്ങാനും വഴക്കു പറഞ്ഞോ? അതോ അഖിലാന്റിക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത് എല്ലാവരും അറിഞ്ഞോ? ആത്മഹത്യ എല്ലാത്തിനുള്ള പരിഹാരം അല്ല കേട്ടോ. ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ, വായി വരുന്നത് വിളിച്ച് പറഞ്ഞേക്കരുത്. പറഞ്ഞേക്കാം. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി സുഖമായിരിക്കുന്നില്ലേ? നന്നായിട്ട് നോക്കണം. അഖിലയുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതേ ആന്റിയാ. പ്രിയങ്കേ, വേണ്ട. നീ എന്നെ ഇങ്ങനെ താറടിച്ചൊന്നും സംസാരിക്കണ്ട. എത്രമാത്രം ശ്രദ്ധിച്ചാന്നറിയോ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തത്? മുടങ്ങാതെ കൃത്യമായി ഞാൻ ആ സ്ലോ പോയിസൺ അഖിലാണ്ടേശ്വരിക്ക് കൊടുക്കുകയും ചെയ്തതാ. കൃത്യമായിട്ട് കൊടുത്തു പോലും. ആന്റി കൊടുത്തത് സ്ലോ പോയിസൺ ആയിരിക്കില്ല, അമൃതായിരിക്കും. അമൃത്. പ്രിയങ്കെ, ഇവിടെ എന്താ നടന്നെന്ന് ആദ്യം നീ ഒന്ന് കേൾക്കണം. അഖിലേച്ചിക്ക് ഈ തൃച്ചംബരത്ത് ഇപ്പോ താലി കെട്ടിയവനോട് പോലും ഇല്ലാത്ത വിശ്വാസമായി എന്നോട്. അറിയാം. ആ വിശ്വാസം മുതലെടുത്തല്ലേ നിങ്ങൾ ആന്റിയുടെ ടോണിക് ബോട്ടിലിൽ വിഷം കലർത്തി കൊല്ലാൻ നോക്കിയത്? നീ എന്താടാ എന്നെ ആദ്യം കാണുന്ന പോലെ? എന്താടാ ഇതൊക്കെ? നിനക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ ഓട്ടോറിക്ഷയിലൊക്കെ കറങ്ങി നടക്കേണ്ട ആളാണോ നീ? എടാ നീ എന്തിനാ സ്വയം ഇങ്ങനെ അപമാനിതനാവുന്നേ?
എടാ ഓട്ടോറിക്ഷ കയറുന്നത് അപമാനമാണെങ്കിൽ ഞാനതങ്ങ് സഹിച്ചു. എന്നും സാധാരണക്കാരന്റെ ആശ്രയം ഓട്ടോറിക്ഷയാണ്. സാധാരണക്കാരൻ? സുബ്രു, നീ ആദ്യം എന്നെ അത്യാവശ്യമായിട്ട് വിളിച്ചു വരുത്തിയ കാര്യം പറ. വിളിച്ചു വരുത്തിന് വേറെ കാര്യമുണ്ട്, പറയാം. എന്നാത് പറയ. ഇന്നലെ ഒരാൾ എന്റെ ഓഫീസിൽ വന്നിരുന്നു. നീ സംശയിക്കണ്ട, അഖിലാന്റി ഒന്നുമല്ല. പിന്നെ? അതായത് കോസ്മെറ്റിക് ഐറ്റംസിന്റെ ഒരു കമ്പനി വെറുതെ പൂട്ടിക്കിടക്കുന്നു. അതിന്റെ ഉടമസ്ഥനെ ഞാൻ കണ്ടത്. ടാക്സിന്റെ ഒരു റിലാക്സേഷൻ വന്നത് അയാൾ ഓഫീസിൽ. ഞാനത് സാധിച്ചു കൊടുത്തു. അതിന്റെ നന്ദി പറയുന്ന കൂട്ടത്തിൽ അയാളിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അയാൾക്ക് ആ കമ്പനി തുടർന്ന് നടത്താൻ താല്പര്യമില്ലെന്നാ. ആ കമ്പനി ലീസിനെടുത്ത് നിനക്ക് നടത്തിക്കൂടാനും. നിനക്കാകുമ്പോൾ ലീസിന് തരാൻ അവർക്ക് 100 വട്ടം സമ്മതം. ഈ ഒരാളൊഴിച്ച് അവരുടെ ബാക്കി പാർട്ട്നേഴ്സ് എല്ലാം കാനഡയിലാണ്. ഇയാളൊരു 3 മാസത്തേക്ക് ഇവിടെ ഉണ്ട്. എന്തു പറയുന്നു? നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് അയാളുമായി ഇന്ന് തന്നെ സംസാരിക്കാം. നിന്റെ ഈ ആലോചനയും നിർദ്ദേശങ്ങളും ഒക്കെ നല്ലത് തന്നെയാ സുബ്രു. പക്ഷെ കമ്പനി കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിന് മുതൽ മുടക്ക് വേണം. വേണം. നിന്റെ കയ്യിൽ തൽക്കാലം ക്യാഷില്ലെന്ന് എനിക്കറിയാലോ. അപ്പൊ അതിന് ഞാനൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. എന്ത് മാർഗം? പണം ഞാൻ മറിച്ചുതരാം. അതിനൊക്കെയുള്ള ചില സോഴ്സുകളെയും കണ്ടെത്തിയിട്ടുണ്ട്. പോരാതെ വന്ന എന്റെ PF-ൽ നിന്ന് ലോൺ എടുത്തുതരാം. ലോൺ എടുക്കുന്നുണ്ട്, നീ പേടിക്കണ്ട. നീ തൊട്ട പൊന്ന. ബിസിനസ്സിലൊന്നും നിന്നെ തോൽപ്പിക്കാൻ തെന്നിന്ത്യയിൽ ആരുമില്ല. നിന്റെ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ശിവരാമൻ അങ്കിളിന്റെയോ അരവിന്ദിന്റെ സപ്പോർട്ടോടു കൂടിയല്ല ഞാൻ ഈ കാര്യവുമായി നിന്റെ മുമ്പിലേക്ക് വന്നത്. ഞാൻ നിന്റെ ആത്മാർത്ഥ സുഹൃത്താ എന്നും. നിനക്കെന്നെ വിശ്വസിക്കാം. അപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഇനിയെങ്കിലും മാഡം മര്യാദയ്ക്ക് നിൽക്കാൻ നോക്ക്. എന്റെ അമ്മായിയമ്മയുടെ ദേഹത്ത് ഒരു മുള്ളു പോലും കൊള്ളാതിരിക്കാൻ ഒരു വിളിപ്പാടകലത്ത് ഞാനുണ്ടാവും. തൃച്ചംബരത്തെ മൂത്ത മരുമകൾ. കൊള്ളാം. എന്നാലേ മരുമകൾ ഒരു കാര്യം ചെയ്യണം. എന്നും ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവരുന്ന പത്രത്തിന്റെ ചരമക്കോളത്തിലേ മറക്കാതെ നോക്കണം അമ്മായിയമ്മയുടെ പടം അച്ചടിച്ചു വന്നിട്ടുണ്ടോന്ന്. എന്റെ പ്രതികാരം തീരണമെങ്കിൽ അവളല്ല, അവൻ എന്നേക്കുമായി ഇല്ലാതാവണം. അവൻ മരിച്ചാ അതോടെ തീർന്നില്ലേ ഗംഗ ആ കഥ? അതല്ല, അവനും ആ അടുക്കളക്കാരിയും മരിക്കാതെ മരിക്കണം. അങ്ങനെ ജീവിക്കുന്നത് നമ്മൾ കാണണം. അവനെ ജയിലിലേക്ക് അയക്കാനുള്ള വഴിയാ ഞാൻ തയ്യാറാക്കുന്നത്. എന്തു വഴി? അവൻ ജോലിക്ക് പോകുന്ന ആ കമ്പനിയിൽ നിന്നും അവൻ നേരെ പോകാൻ പോകുന്നത് സെൻട്രൽ ജയിലിലേക്ക്. അവൻ കളവ് കേസിൽ പ്രതിയാവും. ഞാൻ അവനെ പ്രതിയാക്കും. അവനെ കുരുക്കാൻ വേണ്ടി ആ കമ്പനി ഉടമയെ ഞാൻ വിലക്കെടുക്കുക. ആ കമ്പനി ഞാൻ വിലയ്ക്ക് വാങ്ങിക്കുകയും ചെയ്യും. അവനെ നശിപ്പിക്കാൻ കോടികൾ ഞാൻ എറിയും. കയ്യിൽ വിലങ്ങണിഞ്ഞ് കള്ളനായി തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ ജയിലിലേക്ക് പോകുന്നതേ ഗംഗെ നിന്നെ ഞാൻ കാണിച്ചു തരും. എന്താ ഇത്? ഇതൊക്കെ ദുസ്സൂചനകളാ. എന്നോടുള്ള പരീക്ഷണം അവസാനിപ്പിക്കാറായില്ലേ നിനക്ക്? കുടുംബ പാരമ്പര്യം കാക്കാനെ നിലകൊണ്ടിട്ടുള്ളൂ. കുലദേവതകളുടെ അന്തിത്തിരി മുടങ്ങരുതെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. സർവവും അവിടുത്തെ തീരുമാനം.
അരവിന്ദ് എന്താ അരവിന്ദ് എന്ത് പറ്റി? നീ ആകെ ടെൻസ്ഡ് ആണല്ലോ. ആനന്ദിനെ കാണാൻ പോയതല്ലേ? അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നല്ലോ. എന്താ നിന്റെ ബ്രോ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെ എന്താ നിന്റെ ഈ ടെൻഷൻ? അല്ല ബ്രോ, ഇത് പുറത്തൊരു സ്കൂട്ടർ എടുക്കുന്നത്? വല്യൂഞ്ഞി വാങ്ങിയ സ്കൂട്ടർ അത്. സ്റ്റാർട്ടാക്കുമ്പോ നല്ല സൗണ്ടും നല്ല ഹോണൊക്കെയാ, നല്ല സ്പീഡും ഉണ്ട്. ഈ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ബ്രോയുടെ ജീവിതം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നന്ദന. എനിക്കിതങ്ങോട്ട് ഉൾക്കൊള്ളാനാവുന്നില്ല. എനിക്ക് സഹിക്കുന്നില്ല. പിന്നെ ആനന്ദിനെ ജീവനെ പോലെ സ്നേഹിക്കുന്ന അരവിന്ദിനെ സഹിക്കാനാവൂ? നിനക്കറിയോ നന്ദന എന്റെ ബ്രോ ആരാണെന്ന്? അറിയില്ല. നിങ്ങൾക്ക് ആർക്കും ഒരു ചുക്കും അറിയില്ല. പഠിക്കുന്ന കാലത്ത് എല്ലാത്തിനും ഒന്നാമനായിട്ട് എന്റെ ബ്രോ പഠിച്ചത്. മറ്റുള്ളവർക്കൊന്നും ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല. എത്ര ശ്രമിച്ചാലും എന്റെ ബ്രോയുടെ സ്ഥാനത്ത് എത്താൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാ എന്റെ ബ്രോ തയ്യാറാക്കുന്ന പ്രൊജക്ടുകൾക്കെല്ലാം പൊന്നിന്റെ വിലയുള്ളത്. പൊന്നിന്റെ വില. നിനക്കറിയോ നന്ദന, സൗത്ത് ഇന്ത്യയിൽ ഇത്രയും മികച്ചൊരു ബിസിനസ്മാൻ ഇല്ല. എന്റെ ബ്രോ ഇന്ന് വരെ എടുത്ത ഓരോ തീരുമാനങ്ങളും ഒന്നിനൊന്ന് മികച്ചതായിട്ടേ ഉള്ളൂ. ഒടുവിൽ കല്യാണിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാ. ഇത്രയും വലിയ മനസ്സും കഴിവുള്ള ആളെയാ പുകഞ്ഞ കൊള്ളിയായിട്ട് പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നത്. ഇതാണോ സ്നേഹം എന്ന് പറയുന്നത്? ഇതാണോ പുത്രവാത്സല്യം? എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഇതിനൊരു ഉത്തരം കിട്ടുന്നില്ല. പാരമ്പര്യം പ്രൗഢി. എന്ത് പാരമ്പര്യം? അല്ല, എന്താ ഈ പാരമ്പര്യം? പണ്ട് നാട്ടുരാജാക്കന്മാര് പതിച്ചു കൊടുത്ത സ്വയം അധികാരത്തിന്റെ തഴമ്പോ? അതോ സ്വർണം കെട്ടിയ കുറുവടിയായിട്ട് നടന്ന അഷ്ടിക്ക് വകയില്ലാത്തവരെ വിറപ്പിച്ച മാടമ്പിമാരായ മുത്തശ്ശന്മാരുടെ വീരഗാഥയോ? അവരൊക്കെ ആരായിരുന്നു എന്ന് തിരഞ്ഞിറങ്ങിയ ഒരുപക്ഷെ ഈ തലമുറയിൽപ്പെട്ട ഞാനും ബ്രോയൊക്കെ ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കേണ്ടി വരും. പാരമ്പര്യം മണ്ണാങ്കട്ട. എടീ, നിഷ്കളങ്കയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതിന്റെ പേരില് തകർന്നടിയുന്ന ഒരു ചീട്ട് കൊട്ടാരമാണോ ഈ ഉയർത്തിക്കൊണ്ടു നടക്കുന്ന പാരമ്പര്യം? അങ്ങനെയാണെങ്കിലേ അത് തകർന്നടിയട്ടെ. ആരഭിമാനത്തിന് വേണ്ടി അതെടുത്ത് തലയിലെടുത്ത് വെച്ചിരിക്കുന്നേ? പാരമ്പര്യം പോലും. ഇനി ഉണ്ടാവുന്ന പരമ്പര ഇതെല്ലാം നിലനിർത്തുന്ന എന്തത്ര ഉറപ്പ്? തറവാടിത്തത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പേരിൽ തോന്നിയ അപമാനമാണെങ്കിലേ ഈ പറഞ്ഞ തറവാടിത്തം നിനക്കുണ്ടല്ലോ. എന്റെ ബ്രോ ഒരു ഡ്രൈവറുടെ മകളെ കല്യാണം കഴിച്ചപ്പോ ആ അപമാനം നിനക്ക് തോന്നിയില്ലല്ലോ. അതിന് കാരണം നിന്റെ ഉള്ളിലെ നന്മയാണ് നന്ദന. ആ നന്മയാണ് ഈ തൃച്ചംബരത്തുള്ളവർക്ക് ഇല്ലാതെ പോയത്. എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ ഒരുപോലെ ആവണമെന്നില്ലല്ലോ അരവിന്ദ്. സൗകര്യത്തിനനുസരിച്ച് മാറുന്ന ഈ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഈ നിയമം കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സ്റ്റാഫുകൾക്ക് ഉണ്ടോന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്ത് വിട്ട് ചോദ്യമാരോ ഇത്? ചില സ്റ്റാഫുകൾ വിദേശ ജോലിക്കോ ഗവൺമെന്റ് ജോലി കിട്ടുമ്പോഴോ കമ്പനിയുടെ സേവനങ്ങൾ മതിയാക്കി പോയെന്ന് വരും. ചിലരെ നമ്മൾ പിരിച്ചുവിട്ടെന്നും വരും. എന്നുവെച്ച് അവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങളൊന്നും തടഞ്ഞ ചരിത്രമില്ല ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്. അതാണ് എനിക്ക് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ബ്രോയ്ക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളും കൊടുക്കണം. അങ്ങനെയല്ലേ വേണ്ടേ? ഈ ബ്രോ എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞത് ഈ ആനന്ദകൃഷ്ണനെ കുറിച്ചാണ്. അപ്പൊ അതിനെനിക്കൊരു ഉത്തരം കിട്ടണം. നീ ആരാ? യൂണിയൻ നേതാവോ? മറ്റുള്ളവരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മീഡിയേറ്റർ ആയിട്ട് വരാൻ? അല്ല, ഈ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ട മിസ്റ്റർ ആനന്ദകൃഷ്ണൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ചോദിച്ചത്. എന്താരോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആനന്ദ് വെറും ഒരു കമ്പനി സ്റ്റാഫായിരുന്നോ? അത് അച്ഛനല്ലല്ലോ പറയണ്ടേ, കമ്പനി ഉടമയായ അമ്മയല്ലേ. അമ്മ പറയട്ടെ.
ആ കമ്പനിയിലെ ഒരു സ്റ്റാഫ് എന്ന നിലയിൽ അതിന്റെ ഉടമയോട് മറ്റൊരു സ്റ്റാഫിന്റെ ആനുകൂല്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. അത്രേ ഉള്ളൂ. അല്ലാതെ യൂണിയൻ ലീഡർ ഒന്നുമല്ല. നീ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ കൂലിക്കാരനല്ല, MD ആണ്. അതോർത്ത് വേണം സംസാരിക്കാൻ. അത് പെർമനന്റ് പോസ്റ്റ് ഒന്നും അല്ലല്ലോ. ഇവിടെ പലരുടെയും വികാര വിചാരങ്ങൾ അനുസരിച്ച് ഏതു നിമിഷം തെറിച്ചു പോകുന്ന ഒരു താൽക്കാലിക ജോലിയല്ലേ, ഒരു സെക്യൂരിറ്റി ഇല്ലാത്തൊരു ജോലി. നിന്റെ വാക്കുകളും പ്രവൃത്തിയും ലക്ഷ്യവും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ചിലരുടെ ജൽപ്പനങ്ങൾക്ക് പുല്ല് വില കൊടുക്കാതെ വിട്ടുകളയാനാ അഖില ശീലിക്കുന്നത്. ഇപ്പൊ നിന്റെ ആവശ്യം എന്താ? എല്ലാവർക്കും കൊടുക്കുന്ന പോലെ പിരിച്ചുവിട്ട മിസ്റ്റർ ആനന്ദകൃഷ്ണനും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കണം. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരു സ്റ്റാഫിനും അർഹതപ്പെട്ടതൊന്നും കൊടുക്കാതിരുന്നിട്ടില്ല. നീ പറഞ്ഞ ആൾക്കും അത് കൊടുക്കും. അതിന് എത്ര വലിയ എമൗണ്ട് ആണെങ്കിലും വൈകിപ്പിക്കില്ല. ഇന്ന് 11 മണിക്ക് ഇവിടെ വന്ന് എന്റെ മുന്നിൽ വെച്ച് അത് വാങ്ങിക്കൊള്ളാൻ അയാളോട് പറയണം. അച്ഛാ, ഞാൻ ഈ പറഞ്ഞത് അവിവേകമായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാനിതിന്റെ എല്ലാ വശങ്ങളും ആലോചിച്ചതിന് ശേഷമാണ് ഈ വിഷയം അമ്മയുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. സാരമില്ല. ഈ കാര്യത്തിൽ ആരെ കുറ്റപ്പെടുത്തണമെന്നല്ല ഞാൻ ചിന്തിക്കുന്നത്, ആര് പറഞ്ഞതിൽ ശരിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്വന്തം കൂടപ്പിറപ്പ് കഷ്ടപ്പെടുന്നത് കണ്ട് അവന് വേണ്ടി അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ചോദിച്ച നീ കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റുമോ എനിക്ക്? അർഹതപ്പെട്ട ആനുകൂല്യം ആർക്കാണെങ്കിലും കൊടുക്കുമെന്ന് പറയുന്ന അഖിലയും എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇന്ന് കമ്പനിയിലേക്ക് പോകണ്ടെന്നാ കരുതിയത്, ഇന്നിനി ഇവിടെ വേണ്ട. കണക്ക് പറഞ്ഞ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്ന മകനെ അർഹതപ്പെട്ടത് കൊടുക്കാൻ വാശി പിടിക്കുന്ന അമ്മയും കാണാനും അതിന് സാക്ഷ്യം വഹിക്കാനും എനിക്കാവില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഓഫീസിലേക്ക് പോവാം, നീ ഇവിടെ ഉണ്ടാവണം. ആനന്ദിനെ വിളിച്ച് പറഞ്ഞേ. സോറി, ഒരു ഇതൊരു ബ്ലാങ്ക് ചെക്ക് ലീഫാ. സ്വയം വിലയിട്ട് എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാം. 10 മാസം നൊന്ത് പ്രസവിച്ചത് മാത്രമല്ല, വിലയിടാനാവാത്ത കണക്ക്. അതുപോലെ വിലയിടാനാവാത്ത 100 കാര്യങ്ങളുണ്ടാവും ഈ പ്രപഞ്ചത്തിൽ, ഈ ജീവിതത്തിൽ. അതിലെ കണക്കുകൾ വിലയിടാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഒരു ചെക്ക് ലീഫിൽ നിന്നില്ലെന്ന് വരും, അക്കൗണ്ടിലുള്ളത് തികഞ്ഞില്ലെന്നും വരും. ബ്രോയാണ് കൂടപ്പിറപ്പ്, ഏട്ടൻ. ഒരു റബ്ബർ കൊണ്ട് മാച്ചാ മായില്ലല്ലോ ആ ബന്ധം. പോട്ടെ.
കമ്പനി കാണാൻ പോയിരുന്നു കല്യാണി. എന്നിട്ട് മെഷീനറീസ് ഒന്നും വലിയ കുഴപ്പമില്ല, എല്ലാം വർക്കിംഗ് കണ്ടീഷൻ തന്നെ. കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് എഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോ തന്നെ നേരം വൈകി. ഈ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ക്യാഷ് എവിടെ നിന്നല്ലേ? അത് സുബ്രു തന്നു. ദാ. ദാ. ഞാൻ ചായ എടുക്കട്ടെ? നിക്ക. ഈ ക്യാഷ് അലമാരയിലേക്ക് വെക്ക. ഇനോഗ്രേഷനും പർച്ചേസിംഗിനും ഒക്കെ ഉള്ള ക്യാഷാ. സുബ്രുവേട്ടന് വല്യുഞ്ഞെന്ന് വെച്ച ജീവനാ. കല്യാണി, ജീവിതത്തിൽ ഒരാളുടെ വിജയം എന്ന് പറയുന്നത് ഒരു നല്ല സുഹൃത്തിനെ തെരഞ്ഞെടുക്കുന്നതില് അതിനോളം വരില്ല വേറൊന്നും. അല്ല, അനിയൻകുട്ടൻ എവിടെ? അവൻ അച്ഛന്റെ മുറിയിൽ അടച്ചിരുന്ന ഓൺലൈൻ ക്ലാസ്സിലാ. വല്യുഞ്ഞെന്ന് കാണണം കേട്ടോ, ക്ലാസ് റൂം പോലെ തന്നെയാ. ഈ ഗൂഗിൾ മീറ്റില് എല്ലാവരും പരസ്പരം കണ്ടാ പഠിക്കണേ. നാളെ മുതല് കമ്പനി കാര്യങ്ങളിലേക്ക് നീങ്ങണം. നല്ലൊരു ദിവസം നോക്കി വേണം കമ്പനി തുടങ്ങാൻ. നാളെ തന്നെ നമുക്ക് പോയി ഗുരുജിയെ കണ്ട് കമ്പനി തുടങ്ങാനുള്ളൊരു മുഹൂർത്തം കുറിപ്പിക്കണം. കല്യാണി, കമ്പനി തുടങ്ങാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആയിക്കോട്ടെ മാഷേ, എന്നാലും നാളെ തന്നെ നമുക്ക് പോയി ഗുരുജിയെ കണ്ട് മുഹൂർത്തം കുറിപ്പിക്കണം. പിന്നെ പോകുന്ന വഴിക്ക് തെച്ചിക്കാട് പരബ്രഹ്മ ക്ഷേത്രത്തിൽ കൂടി ഒന്ന് കയറണം. അത് കഴിഞ്ഞിട്ട് മതി ഗുരുജിയെ കാണുന്നത്. ശരി, ആയിക്കോട്ടെ. എന്നാ പിന്നെ മാഷു പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ എപ്പോഴേക്കും ചായ എടുത്തിട്ട് വരാം. ശരി. ഗുരുജി, നമസ്കാരം. നമസ്കാരം. എന്താ എല്ലാവരും കൂടി? ആഹാ, സുബ്രഹ്മണ്യം പോറ്റി ഉണ്ടല്ലോ, എന്താ വിശേഷിച്ച്? ഞങ്ങൾ ഗുരുജിയെ കാണാൻ ആശ്രമത്തിലേക്ക് വരാൻ ഇറങ്ങിയതാ. ക്ഷേത്രത്തിൽ തൊഴുതിട്ട് പോവാന്ന് കല്യാണി പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന്. ഗുരുജി, വല്യുഞ്ഞ് പുതിയൊരു സംരംഭം തുടങ്ങാൻ പോവാ. അതിനുള്ള മുഹൂർത്തം ഒന്ന് അറിയണമായിരുന്നു. നമുക്ക് നോക്കാം. അല്ല, എന്തു സംരംഭമാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? അത് ഒരു ഹെർബൽ പ്രോഡക്റ്റ്. അതിൻ്റെയും അംബാസഡർ കല്യാണി തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ആനന്ദിന്റെ ജന്മനക്ഷത്രം പൂരമല്ലേ? അതെ ഗുരുജി. പുതിയ വ്യവസായ സംരംഭം ആരംഭിക്കാനുള്ളതല്ലേ? ആനന്ദിന്റെ നക്ഷത്രം വെച്ച് നോക്കിയിട്ട് ഉചിതമായൊരു മുഹൂർത്തം കിട്ടുന്നില്ല. ഏതായാലും ഒന്നുകൂടെ നോക്കാം. കമ്പനി തുടങ്ങണമെങ്കിൽ ഇന്നു തൊട്ട് 3 ദിവസങ്ങൾക്കുള്ളിൽ തുടങ്ങണം. അതായത് 3 ദിവസവും 10 വിനാഴികയും കഴിഞ്ഞാൽ ആനന്ദിന്റെ നക്ഷത്രദശ പാടെ മാറുകയാണ്. പിന്നീട് പുതിയൊരു സംരംഭത്തിന്റെ തുടക്കത്തിന് 732.5 ദിവസം, അതായത് 2 ആണ്ടുകൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോ അധികം വൈകാതെ കമ്പനിയുടെ ഉദ്ഘാടനം നടത്തണം അല്ലേ ഗുരുജി? അതെ. വളരെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണ്ടേ? അതെ. നല്ല സമയം നോക്കി പ്രാരംഭം കുറിക്കുന്നതിനുള്ള വിളക്ക് തെളിയണം. വിഘ്നേശ്വര പൂജ ചെയ്ത് കമ്പനിയിലേക്ക് വലതുകാൽ വെച്ച് കയറണം. ബാക്കി കാര്യങ്ങളൊക്കെ സമയ സന്ദർഭങ്ങൾ അനുസരിച്ച് പിറകെ ചെയ്താൽ മതിയല്ലോ.
ഗുരുജി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മറ്റന്നാളെങ്കിലും ഉദ്ഘാടനം നടന്നിരിക്കണ്ടേ? ഇനിയിപ്പോ അതേ പറ്റൂ. ഗുരുജി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോ അങ്ങനെ തന്നെ കുറിക്കട്ടെ. ശരി ഗുരുജി. ശുഭമുഹൂർത്തം പകൽ 10 മണി കഴിഞ്ഞ് 11 നാഴികയ്ക്കകം. 10 കഴിഞ്ഞ് 10:30 കൂട്ടിക്കൊള്ളൂ. വാങ്ങിക്കോളൂ. സദാ ശിവചൈതന്യം വിളങ്ങട്ടെ. ആനന്ദ്, ദുർബലപക്ഷത്തോടുള്ള കാരുണ്യം ദൈവാധീനത്തിന്റെ ലക്ഷണമാണ്. പ്രതിസന്ധികൾ അനവധി ഉണ്ടായേക്കാം, പക്ഷേ ആത്യന്തികമായി ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആനന്ദ് വളരെ കഴിവുള്ളവനാണ്. എങ്കിലും ദൃഷ്ടിദോഷവും ദൃശ്യദോഷവും ഉണ്ടായേക്കാം. തളരാതെ മുന്നോട്ട് പോവുക. ഓഹി ഭാരഹ സമർത്ഥാനാം കിം ദൂരം വ്യവസായിനാം കോ വിദേശകനാ വിദ്യാനാം കഹ പരഹ പ്രിയവാദിനാം. ചാണക്യനീതിയാണ്. അതായത് കരുത്തനും ശക്തനും നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല.